കുറച്ച് ഇമോഷണൽ കണക്റ്റ് ഉണ്ട് സിനിമയിൽ. ബാക്കി നമ്മൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അല്ല, നിങ്ങൾ പറയൂ. നിങ്ങളെ കണ്ടില്ലേ? ഞാൻ കുറച്ച് ഇമോഷണലായി പോയി. എല്ലാവരും നമ്മൾ ക്രൂവൊക്കെ ഉണ്ട്. ഒരു ആര് അപ്പിൻ, നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്ററാണ് അപ്പിൻ. ബാക്കി ആരും പഠിച്ചപ്പെടുന്നതായിരിക്കും. പ്രേക്ഷകരെല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് കുറച്ച് ഇമോഷണൽ കണക്റ്റ് ഉണ്ട് സിനിമയിൽ. ബാക്കി നമ്മൾ തന്നെ അത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം കണ്ടിട്ട് അതിൻ്റെ പ്രേക്ഷകർക്ക് വിട്ടിരിക്കുകയാണ് സിനിമ. അപ്പോൾ അവർ കണ്ടിട്ട് റെസ്പോൺസ് പറയുന്നു വിചാരിക്കുന്നു. അല്ല, ഇതൊരു മുൻ ധാരണകളില്ലാതെ പോയി കഴിഞ്ഞാൽ ഒരു പുതിയ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ. പിന്നെ പതിവ് ശൈലികളിലില്ലാത്ത സിനിമയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി കാണുന്നവർ തീരുമാനിക്കേണ്ടതാണ്. എന്തായാലും എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ഈ സിനിമയിലുണ്ട്. അതിനപ്പുറത്ത് നമ്മളെ ഹുക്ക് ചെയ്യുന്നൊരു ഇമോഷണൽ കണക്റ്റും ഈ സിനിമയിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്കിതൊന്നും പരിചയമില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് ലോക്ക്ഡൗൺ. അല്ല, ഞാൻ ഇന്നലെയും ചെന്നൈയിൽ പ്രിവ്യൂ ഉണ്ടായിരുന്നു. ഇത് ഫസ്റ്റാണ് ഇവിടെയാണ്. അല്ല, ഉറപ്പായിട്ടും ഇതിൻ്റെ പ്രൊഡക്റ്റ് നമ്മുടെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇമോഷൻ നമുക്ക് എന്തായാലും ഉണ്ട്. പിന്നെ ഒരു സോഷ്യൽ കോഴ്സും കൂടി ഈ സിനിമയിലുണ്ട്. അപ്പം നമ്മൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന സിനിമയല്ല ഇത്. അങ്ങനൊരു സോഷ്യൽ കോഴ്സും കൂടി ഉള്ളതുകൊണ്ട് തന്നെ കാലങ്ങളായി നമ്മൾ എടുത്തിരിക്കുന്നൊരു എഫേർട്ട് ഉണ്ടല്ലോ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 6 വർഷമായി ഇഷ്ക കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ പോസിറ്റീവായി കിട്ടുന്നത്. ബാക്കി അഭിം പറയുന്നു. ഇല്ല, നമ്മളൊരു കഥ പറയാനാണ് ശ്രമിച്ചത്. അത് വൃത്തിയായി പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. പ്രേക്ഷകർ മറ്റെന്താ മുൻവിധികളൊന്നും ഇല്ലാതെ വരിക, പടം കാണുക, അഭിപ്രായം പറയാം. ആ കാലത്ത് ഗവൺമെന്റ് ഒളിച്ചു വെച്ച പലതിനെ പുറത്ത് കാണിക്കാനാണ് കഥയാണ്, ഫിക്ഷൻ.